റേഷൻ ധാന്യങ്ങൾ റേഷൻ കടയുടെ വാതിൽപ്പടി എത്തിക്കുന്ന കരാറുകാരുടെ സമരം ഉടൻ അവസാനിക്കാൻ വഴിയൊരുങ്ങുകയാണ്. ഭക്ഷ്യവകുപ്പ് ഉടൻ തന്നെ കുടിശ്ശിക തീർക്കും. 2 മാസത്തെ കുടിശ്ശിക ഉണ്ട്. ആ കുടിശ്ശിക കൊടുക്കാൻ 50 കോടി രൂപ കഴിഞ്ഞ ദിവസം തന്നെ ധനവകുപ്പ് അനുവദിച്ചു. ട്രഷറിയുടെ നടപടികൾ പൂർത്തിയാക്കിയാൽ നാളെയോ മറ്റന്നാളോ അവർക്കുള്ള പണം കൊടുക്കാൻ കഴിയും. ഒന്ന്, കേരളത്തിലെ റേഷൻ വിതരണക്കാർ 15-20 ദിവസം തുടർച്ചയായി സമരം ചെയ്താലും വിതരണത്തെ നമുക്ക് ബാധിക്കില്ല. റേഷൻ കടക്കാർക്ക് കമ്മീഷൻ വർധന അടക്കമുള്ള പാക്കേജ് നടപ്പാക്കുമെന്ന് 2 മാസം മുൻപ് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. ഇത് പാലിക്കാത്തതിനാൽ അവർ കടുത്ത നിരാശയിലുമാണ്. അതിനാൽ തന്നെ സമരത്തിലേക്ക് പോകുമെന്ന് ഭക്ഷ്യമന്ത്രിക്ക് റേഷൻ കടക്കാരുടെ സംഘടന നോട്ടീസ് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഒരു സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവും. റേഷൻ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഇടയ്ക്കിടെ സമരത്തിനിറങ്ങിയാൽ ഭവിഷ്യത്തുണ്ടാകുമെന്ന് ഭക്ഷ്യമന്ത്രി മുന്നറിയിപ്പ് നൽകുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഭക്ഷണ സാധനത്തിന് പകരം പണം കൊടുക്കുന്ന രീതിയിലേക്ക് DBT നടപ്പാക്കിയല്ലോ ഇന്ത്യയിൽ. ആ DBTയിലേക്ക് എത്തിക്കാനുള്ള പ്രേരകമായിട്ടേ ഇതെല്ലാം മാറുകയുള്ളൂ. എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ ഒരു നിലപാടെടുത്തത്? അത് നടപ്പാക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് നിരന്തരമായി സമരവും സമ്മർദ്ദവുമായി നിൽക്കുന്ന ശൈലി പുനഃപരിശോധിക്കണമെന്നാണ് മന്ത്രി നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. മന്ത്രി പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തം: റേഷൻ ധാന്യത്തിന് പകരം പൊതുജനത്തിന് പണം കൊടുക്കുന്ന സമ്പ്രദായം കേന്ദ്ര സർക്കാർ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ റേഷൻ ധാന്യ വിതരണം സമയത്തിന് നടക്കുന്നില്ലെന്ന് ബോധ്യപ്പെട്ടാൽ ഇവിടെയും റേഷനരിക്ക് പകരം ബാങ്കിലേക്ക് നേരിട്ട് അരി വാങ്ങാനുള്ള പണം നൽകുന്ന സംവിധാനത്തിലേക്ക് കേന്ദ്രം നീങ്ങാം. കേരളത്തിലെ പൊതുവിതരണ സംവിധാനത്തിന്റെ നട്ടെല്ലൊടിക്കുന്ന തീരുമാനമുണ്ടാകാമെന്ന ഭീഷണി സംസ്ഥാന സർക്കാർ മുന്നിൽ കാണുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.